നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8255 ആണ്. 8255 എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 8086 മൈക്രോ പ്രോസസ്സറിന് നമുക്ക് കീബോർഡ്, പ്രിൻ്റർ, A to D കൺവേർട്ടർ, D to A കൺവേർട്ടർ ഇങ്ങനെയുള്ള പെരിഫറൽ ഡിവൈസുമായിട്ട് നമുക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8255 അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ PPI നമ്മൾ 8255 ഡീറ്റെയിൽഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടോട്ടൽ 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ കാണാൻ പറ്റും. ഈ 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളെ 8 ബിറ്റുള്ള 3 ഗ്രൂപ്പാക്കിയാണ് തിരിച്ചിരിക്കുന്നത്, ABC എന്ന് പറഞ്ഞത്. അപ്പോൾ 8ഉം 8ഉം 16ഉം 8ഉം 24 അങ്ങനെ 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ഇതിനകത്തുണ്ട്. ഒന്നിനെ പോർട്ട് A, അടുത്ത 8 ബിറ്റിനെ പോർട്ട് B, അടുത്ത 8 ബിറ്റിനെ പോർട്ട് C എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 24 പിൻസ് ഉണ്ട്. അവ 3 ഗ്രൂപ്പാക്കുന്നു. പോർട്ട് A, പോർട്ട് B, പോർട്ട് C. ഈ പോർട്ടുകൾക്ക് പല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. മോഡ് 0യിലും മോഡ് 1ലും മോഡ് 2 അങ്ങനെ 3 ഡിസ്റ്റിങ്ക്റ്റ് മോഡിൽ ഇവയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ പിൻ ഡയഗ്രമാണ്. പിൻ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും പോർട്ട് A ഉണ്ട്, പോർട്ട് Bക്ക് കറസ്പോണ്ടിങ് പിന്നുണ്ട്, പോർട്ട് Cക്ക് കറസ്പോണ്ടിങ് പിന്നുണ്ട്, പിന്നെ ഡേറ്റ പിന്ന്, റീഡ് പിന്ന്, റൈറ്റ് പിന്ന്, ഗ്രൗണ്ട് പിന്ന്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഇതിനകത്തുള്ള പിന്നുകളിൽ A0യും A1ഉം ചിപ്പ് സെലക്ട് പിന്നും വെച്ചിട്ടാണ് നമ്മൾ പോർട്ട് എയിൽ വഴിയാണോ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്, അതോ പോർട്ട് B വഴിയാണോ, അതോ പോർട്ട് C വഴിയാണോ, അതോ കൺട്രോൾ രജിസ്റ്ററിൽ നമ്മൾ എന്തെങ്കിലും റൈറ്റ് ചെയ്ത് ഇതിനെ പ്രോഗ്രാം ചെയ്യുകയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ ഓഫ് പോർട്സ് ഈസ് ഡിറ്റർമിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് A1 പിന്ന്, A0 പിന്ന് ആൻഡ് ചിപ്പ് സെലക്ട്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിൻ ഡയഗ്രം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രം കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പോർട്ട് A, പോർട്ട് B, പോർട്ട് C. ഈ പോർട്ട് എയും പോർട്ട് സിയുടെ അപ്പറിനെയും കൂടി ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് A എന്ന് പറയും. ഓക്കെ, പോർട്ട് സിയുടെ ലോവർ ബിറ്റ്സും പോർട്ട് Bയും കൂടി ചേർന്ന് ഗ്രൂപ്പ് B. അപ്പം ഇവയെ 2 ഗ്രൂപ്പ് ആക്കുന്നു, ഗ്രൂപ്പ് A എന്നും ഗ്രൂപ്പ് B എന്നും. ഗ്രൂപ്പ് Aയിൽ പോർട്ട് Aയും അപ്പർ 4 ബിറ്റ്സ് ഓഫ് പോർട്ട് Cയും, ഗ്രൂപ്പ് Bയിൽ പോർട്ട് Bയും ലോവർ 4 ബിറ്റ്സ് ഓഫ് പോർട്ട് Cയും. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പ് A കൺട്രോളും ഗ്രൂപ്പ് B കൺട്രോളും, പിന്നെ റീഡ് റൈറ്റ് ലോജിക് കൺട്രോളും ഡാറ്റാ ബസ് കൺട്രോളും. റീഡ് റൈറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അതിന് ഡാറ്റാ ബസ് കൺട്രോൾ ബഫർ ഉണ്ട്. റീഡ് അല്ലെങ്കിൽ റൈറ്റ്, പിന്നെ A1, A0 ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഈ പിന്നുകളെല്ലാം പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ കൺട്രോൾ വേർഡ് ഫോർമാറ്റുകൾ നോക്കാം. കൺട്രോൾ വേർഡ് ഫോർമാറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 8 ബിറ്റ് ആണല്ലോ നമുക്കുള്ളത്. D0, D1, D2, D3, D4, D5, D6, D7. ഈ D7 ബിറ്റ് 0 ആണെങ്കിൽ ഇത് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഏത് ബിറ്റാണ് അവസാനത്തെ ഏറ്റവും MSB ബിറ്റ് D7 ബിറ്റ്. D7 ബിറ്റ് 0 ആണ് എങ്കിൽ അത് BSR മോഡിലാണ്. ഈ മോഡിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പോർട്ട് Cനെ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. D7 ബിറ്റ് 1 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ BSR മോഡിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പോർട്ട് Cനെ മാത്രമേ ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി D6 ബിറ്റ്. D6ഉം D5 ബിറ്റും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ D6ഉം D5 ബിറ്റും ശരിക്കും പറഞ്ഞാൽ പോർട്ട് Aയുടെ മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ഇതൊരു മെയിൻലി 3 മോഡിൽ വർക്ക് ചെയ്യും. അതാണ് ആ മോഡ് ഞാനൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാം. ഈ നമ്മൾ പറഞ്ഞില്ലേ D7 ബിറ്റ് 1 ആകുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ മോഡ് തന്നെ 3 ടൈപ്പ് മോഡ് വിച്ച് ഇൻ ടേൺ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 മോഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്സ്. One is simple input output mode, second one is handshaking input output mode, third one is bidirectional input output mode. So അങ്ങനെ 3 മോഡുകളുണ്ടല്ലോ. അപ്പം അതിനകത്ത് ഈ പോർട്ട് A ഏത് മോഡിൽ, സിമ്പിൾ IO മോഡിലാണോ, ഹാൻഡ്ഷേക്ക് IO മോഡാണോ, ബൈഡയറക്ഷണൽ IO മോഡാണോ എന്നുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് D6, D5 ബിറ്റ്സ്. അപ്പോൾ 00 ആണെങ്കിൽ മോഡ് 0, ദറ്റ് ഈസ് സിമ്പിൾ IO മോഡ്. 01 ആണെങ്കിൽ ഏത്
ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് D7 ബിറ്റ് 1 ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേസുകളാണ് ഇപ്പോൾ പറയാൻ പോണത്. D7 ബിറ്റ് 1 ആകുമ്പോൾ IO മോഡിലാണ് നിൽക്കുന്നത്. IO മോഡിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ കൺട്രോൾ വഴി പറയുന്നത്. അപ്പോൾ 00 ആണെങ്കിൽ മോഡ് 0, 01 ആണെങ്കിൽ മോഡ് 1, അല്ലെങ്കിൽ സ്ട്രോബ് ഹാൻഡ് ഷേക്ക് IO മോഡ്. മൂന്നാമത്തത് 10 ആണെങ്കിൽ മോഡ് 2, അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡ്. ഇനി അത് നമ്മൾ പറഞ്ഞു D6ഉം D5ഉം ബിറ്റ്. ഇനി D4 ബിറ്റ് എന്താണെന്ന് വെച്ചാൽ പോർട്ട് A ഇല്ലേ, പോർട്ട് A 8 ബിറ്റ് ഉണ്ടല്ലോ, അത് ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യണോ ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യണോ എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി D3 ബിറ്റ് എന്തിനാന്ന് വെച്ചാൽ പോർട്ട് സിയുടെ അപ്പർ 4 ബിറ്റ് ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് D3 ബിറ്റ്. അപ്പം ആ ബിറ്റ് D3 ബിറ്റ് 1 ആണെങ്കിൽ അത് ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പോർട്ട് സിയുടെ അപ്പർ ബിറ്റ് ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. 0 ആണെങ്കിൽ ആ പോർട്ട് സിയുടെ അപ്പർ ബിറ്റ് ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി D2 ബിറ്റ് എന്ന് പറയുന്നത് പോർട്ട് ബി 2 മോഡിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഒന്ന് സിമ്പിൾ IO മോഡും ഹാൻഡ് ഷേക്ക് IO മോഡും. ആ മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ് D2 ബിറ്റ്. ഒന്നുകൂടി പറയട്ടെ, D2 ബിറ്റ് എന്ന് പറയുന്നത് പോർട്ട് ബിയുടെ മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് പോർട്ട് ബി 2 മോഡിലേ വർക്ക് ചെയ്യത്തുള്ളൂ, മോഡ് 0ലും മോഡ് 1ലും. ഇനി D1 ബിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? D1 ബിറ്റ് പോർട്ട് ബി ഒരു ഇൻപുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യണോ ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. 1 ആണെങ്കിൽ അത് ഇൻപുട്ട് പോർട്ട്, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട്. ഇനി അടുത്തത് D0 ബിറ്റ് എന്തുമായിരിക്കും? നമ്മുടെ ലോവർ പോർട്ട് സി പറഞ്ഞില്ല, ലോവർ 4 ബിറ്റ് ഓഫ് പോർട്ട് സി ഇല്ലേ, അത് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യണോ ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യണമെന്ന്. സോ അത് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പം പറഞ്ഞത് D7 ബിറ്റ് 1 ആക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ നിൽക്കുമ്പോൾ ഉള്ള കൺട്രോൾ വേർഡിൻ്റെ ഫോർമാറ്റാണ് ഈ പറഞ്ഞത്. ഓക്കെ. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുക. D7 ബിറ്റിനെ 0 ആക്കി കഴിഞ്ഞാൽ BSR മോഡ്. ആ മോഡിന് നമ്മൾ ഡീറ്റെയിൽഡ് പറഞ്ഞില്ല. D7 ബിറ്റ് 1 ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. ഓക്കെ. ഇനി നമ്മൾ ഈ മോഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. അവിടെ എയും ബിയും സിയും എല്ലാം ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ട് പോർട്ടായിട്ടും ആക്ട് ചെയ്യും. മോഡ് 1 എന്ന് പറയുന്നത് ഹാൻഡ് ഷേക്കിംഗ് IO മോഡാണ്. അത് പോർട്ട് എയും പോർട്ട് ബിയും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ സിയും ഹാൻഡ് ഷേക്ക് മോഡിൽ വർക്ക് ചെയ്യും. ഇനി മോഡ് 2 എന്ന് പറയുന്നത് പറഞ്ഞു ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡാണ്. അത് പോർട്ട് എ മോഡ് 2ൽ പോർട്ട് എ മാത്രമേ ഹാൻഡ് ഷേക്ക് ബൈ ഡയറക്ഷണൽ മോഡിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ആ സമയത്ത് ഹാൻഡ് ഷേക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതെന്ന് പറയുന്നത് പോർട്ട് സി ബിറ്റ് ഹാൻഡ് ഷേക്ക് സിഗ്നൽ. പോർട്ട് ബി എന്തായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ? മോഡ് 0ലും മോഡ് 1ലും മാത്രമേ പോർട്ട് ബി വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക്